ആരാണ് വിശുദ്ധൻ? ക്രിസ്തുവിനെ കാണുന്നവൻ വിശുദ്ധനാണ്. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നവൻ വിശുദ്ധനാണ്. ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവനെല്ലാം വിശുദ്ധനാണ്. സഹത നമ്മോട് പറയുകയാണ്, ആരാണ് വിശുദ്ധൻ? സൂര്യന്റെ തേജസ് ചന്ദ്രൻ സ്വീകരിച്ചിട്ട് അതിൽ നിന്ന് പ്രകാശത്തെ കൈപ്പറ്റുന്നത് പോലെ ക്രിസ്തുവിന്റെ തേജസ്സിനെ സ്വയം സ്വീകരിക്കുവാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തവരാണ് വിശുദ്ധന്മാർ. വീണ്ടും പറയുന്നു, സാധാരണ ജീവിതത്തിൽ കൂടി അസാധാരണമായ പോരാട്ടങ്ങളെ സ്വന്തം ജീവിതത്തിൽ സഹിക്കാൻ തയ്യാറായവരാണ് വിശുദ്ധന്മാർ. ബോധപൂർവം പാപത്തെ ഉപേക്ഷിക്കുകയും പുണ്യത്തെ സ്വീകരിക്കുകയും ചെയ്യുവാൻ തങ്ങളുടെ ജീവനെ തന്നെത്താൻ വിട്ടുകൊടുത്തവരാണ് വിശുദ്ധന്മാർ. ലോകസുഖങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തെ ജയിച്ചവരാണ് വിശുദ്ധന്മാർ. സ്വയം മുറിക്കപ്പെട്ടവന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരാണ് വിശുദ്ധന്മാർ. എന്തുകൊണ്ടാണ് വിശുദ്ധന്മാർ അങ്ങനെ ചെയ്യുന്നതെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. എനിക്ക് മുൻപേ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്നവർ വിശുദ്ധനായ ഗീവർഗീസ് സഹദായെ കുറിച്ച് വലിയ വർണ്ണന, അല്ലെങ്കിൽ ഞങ്ങളെക്കാളൊക്കെ ഉപരി എല്ലാവർക്കും, ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഗീവർഗീസ് സഹദ ആരാണെന്നറിയാം. ഗീവർഗീസ് സഹദ എന്ന് ഓർക്കുമ്പോൾ തന്നെ റോമാ സാമ്രാജ്യത്തിന്റെ പടച്ചട്ടയിട്ട് വെള്ള അശ്വാരൂഢനായി ഒരു വെള്ളക്കുതിരയുടെ മുകളിൽ മൂർച്ചയുള്ള കുന്തം കയ്യിൽ പിടിച്ച് വാതുറന്നിരുന്ന ഒരു വ്യാളകത്തിന്റെ വായിലേക്ക് ഈ മൂർച്ചയുള്ള കുന്തത്തെ കുത്തിയിറക്കി തന്റെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി, തന്റെ സ്വന്തം ജീവനെ വെടിയുവാൻ ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ ഇറങ്ങിപ്പുറപ്പെട്ട ധീരനായ ഒരു യുവാവാണ് ഗീവർഗീസ്. അതോടൊപ്പം തന്നെ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയും ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്ത് ഡയക്ലീഷ്യൻ ചക്രവർത്തിക്ക് സ്തുതി പാടുകയാണെങ്കിൽ ഉന്നത പദവിയിലിരിക്കുവാൻ എല്ലാവിധ യോഗ്യതകളും ആർജിച്ചെടുത്ത ഒരു യുവ പുരുഷനാണ് ഗീവർഗീസ്. എങ്കിലും ഞാൻ ലൗകികനല്ലാത്തതുപോലെ ലോകത്തിന്റെ സ്ഥാനത്തേക്കാൾ കൂടുതൽ എനിക്ക് ക്രിസ്തുവിനോടുള്ള വാസമാണ് വലിയത് എന്ന് പറഞ്ഞ് ചക്രത്തിന്മേൽ തന്റെ തല വെച്ച് തന്നെ ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം രക്തസാക്ഷിയായ വിശുദ്ധനാണ് ഗീവർഗീസ് സഹദ. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നും കാലഘട്ടത്തിൽ കൂടി ജീവിച്ച് ക്രിസ്തുവിന് വേണ്ടി സഹദ നമ്മോട് സംസാരിക്കുകയാണ്. ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിന് ആവശ്യം രക്തസാക്ഷികളെ അല്ല, മറിച്ച് സാക്ഷ്യമുള്ള ജീവിതമുള്ളവരെയാണ്. രക്തസാക്ഷികൾ രക്തം കൊടുത്ത് വീണ്ടെടുത്ത സഭയുടെ വിശ്വാസത്തെ, സഭയുടെ പാരമ്പര്യത്തെ, ക്രിസ്തുവിന്റെ ജീവിതത്തെ അനന്തര തലമുറയിലേക്ക് കൊടുക്കത്തക്കവണ്ണം സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നവരെയാണ് ഇന്നിൻ്റെ സമൂഹത്തിന്, അങ്ങനെയുള്ള മാതാപിതാക്കളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യമെന്ന് ഓരോ പെരുന്നാളുകളും നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്താണ് അവർ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കാര്യം? 17-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്തു, കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തു. വിശുദ്ധരായി ജീവിച്ച് ക്രിസ്തുവിനെ പോലെ ജീവിച്ച് ഓരോ പെരുന്നാളുകളിലും നമ്മുടെ വിശുദ്ധിയെ പുതുക്കി പുതിയ മാർഗത്തിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ക്രിസ്തു ഇരിക്കുന്നിടത്ത്, എവിടെയാണ് ക്രിസ്തു ഇരിക്കുന്നത്? മാലാഖമാരുടെ നാട്ടിൽ ക്രോബകൾ വഹിക്കുന്ന തേരിൽ അഗ്നിസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പിതാവിന്റെ വലതുഭാഗത്ത് കർത്താവ് പുത്രൻ തമ്പുരാൻ ഇരുന്നു. പോകാൻ നേരത്ത് നമ്മളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായിട്ട് അവിടെ ഒരു വാസസ്ഥലം ഒരുക്കും, നിത്യജീവൻ അവകാശിയാകുവാൻ ഈ ഭൂമിയിലെ അല്പകാല വാസം മാത്രമാണ് നമ്മുടേത്. സങ്കീർത്തനക്കാരൻ 119-ാം സങ്കീർത്തനത്തിന്റെ 54-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം. കർത്താവിന്റെ ചട്ടങ്ങൾ, വിശുദ്ധ ലിഖിതങ്ങൾ കീർത്തനങ്ങളായി സൂക്ഷിക്കാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നിത്യജീവൻ എന്ന നല്ല ചിന്തയുള്ളവരാണ് നമ്മൾ എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. സാധാരണ ജീവിതമാണ് ജീവിക്കുന്നതെങ്കിലും ജീവിതത്തിന്റെ പോരാട്ടങ്ങളെ അതിജീവിക്കുവാൻ ഈ വിശുദ്ധന്മാർ തേടിയ മാർഗങ്ങളെ സ്വീകരിക്കുവാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് ഈ പെരുന്നാളിൽ ആദ്യമേ ആശംസിക്കുകയാണ്. ഇന്നത്തെ സന്ധ്യയുടെ ചിന്തയ്ക്കായി
പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ഇങ്ങനെയാണ് ആ അധ്യായം ആരംഭിക്കുന്നത്. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ തടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും, നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെഹെസ്കേൽ പ്രവാചകൻ, വലിയ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ യെഹെസ്കേൽ പ്രവാചകനെ യഹോവയാം ദൈവം വിളിച്ച്, യഹോവയുടെ ആത്മാവ് പുറപ്പെടുവിച്ച് ഒരു വലിയ താഴ്വരയിൽ കൊണ്ട് നിർത്തുകയാണ്. എന്താണ് താഴ്വര? നമുക്കറിയാം, കുന്നുകളുണ്ടെങ്കിൽ അതിന് കീഴ്ഭാഗം എന്താണ്? താഴ്വരകൾ, പരന്നു കിടക്കുന്ന താഴ്വര. ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തുകയാണ്. ആ താഴ്വര മുഴുവൻ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു എന്ന് വാക്യം പറയുന്നു. ഈ ഉണങ്ങിയിരുന്നു എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? ഇനി അതിലൊരു ലൈഫ് ഇല്ല, അതിന് ഒരു മാറ്റമില്ല, ഇനി അതിലൊരു ജീവന്റെ തുടിപ്പില്ല. അത് ഏറ്റവും ഉണങ്ങിയിരിക്കുകയാണ്. പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട ഉണങ്ങി ചിതറിക്കിടക്കുകയാണ്. അസ്ഥിയോട് കൂടാതെ ചിതറി കിടക്കുകയാണ്. ഈ ചിതറിക്കിടക്കുന്ന അസ്ഥികളെന്ന് കാണിച്ചിട്ട് യഹോവയാം ദൈവം ദൈവത്തിന്റെ പുരുഷനായ യെഹെസ്കേലിനോട് ചോദിക്കുകയാണ്, അല്ലയോ ദൈവത്തിന്റെ പുരുഷ, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? പാവം യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, യഹോവയെ അവിടുന്ന് അറിയുന്നു. ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് അറിയുന്നു. യഹോവയാം ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് പറയാണ്, നീ ഈ അസ്ഥികളോട് പ്രവചിച്ചു പറയണം, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് ഇയ്യോബ് പറയുന്നുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ അതിനൊരു പ്രത്യാശയുണ്ട്, അത് വെട്ടിക്കളഞ്ഞാലും വെള്ളം അതിന്മേൽ വീഴുമ്പോൾ അത് പൊട്ടിക്കിളിർക്കും, അതിന് തടയുണ്ടാകും, അതിൽ പുതിയ കിളിർപ്പുകൾ ഉണ്ടാകും, അതിനൊരു ജീവൻ ഉണ്ടാകും. എന്നാൽ ഈ അസ്ഥിയെ സംബന്ധിച്ച് യാതൊരു പ്രതീക്ഷയുമില്ല. കാരണം അതിൽ നിന്ന് ശ്വാസം നിലച്ചു, അതിൽ നിന്ന് ജീവൻ പോയി. അതിൻ്റെ അസ്ഥികൾ ചന്ന ഭിന്നമാകുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ മാംസം തെറിച്ചു പോയി, അതിൻ്റെ ത്വക്ക് അഴുകിപ്പോയി. ഇനി അതിനൊരു കൂടിച്ചേരലില്ല, അതിങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം കേൾപ്പീനെന്ന് നീ ഉണങ്ങിയ അസ്ഥികളോട് പറയുവീൻ. ഉണങ്ങിയ അസ്ഥികളിൽ മേലേക്ക് ദൈവത്തിന്റെ വചനം വീഴുകയാണ്. ഈ ഉണങ്ങിയ അസ്ഥികളിന്മേൽ ദൈവത്തിന്റെ വചനം വീണപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ തന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്, അതിൽ ഞരമ്പുകൾ വെക്കുന്നു, അതിൽ മാംസം വരുന്നു, അതിൽ ത്വക്ക് പൊതിയുന്നു, അതിൽ ദൈവത്തിന്റെ ശ്വാസം 4 വശത്തുകൂടിയും വരികയാണ്. അത് നിവർന്നു നിൽക്കുകയാണ്. അസ്ഥികളെല്ലാം നിവർന്ന് ആ താഴ്വരയുടെ നടുവിൽ ഒരു മഹാസൈന്യമായി ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. അങ്ങനെ യെഹെസ്കേൽ പ്രവാചകനെ കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരെയാണ് ഈ ഉണങ്ങിയ അസ്ഥി എന്ന് പറയുന്നത്? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ തന്നെ 11-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ആരാണ് ഈ ഉണങ്ങിയ അസ്ഥി? 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ആരാകുന്നു ഈ ഉണങ്ങിയ അസ്ഥികൾ? ഇസ്രായേൽ ഗൃഹമാകുന്നു ഈ ഉണങ്ങിയ അസ്ഥികൾ. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, ദൈവം അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും വഴി നടത്തിയ ജനം, അന്നന്നത്തേക്ക് വേണ്ടി ആഹാരം കൊടുത്ത, ദാഹത്തിന് വെള്ളം കൊടുത്ത, മന്ന കൊടുത്ത, പകൽ മേഘസ്തംഭമായ, രാത്രി അഗ്നി തൂണായും കൂടെ ഇരുന്ന് വഴി നടത്തിയ, പൊന്നുപോലെ സൂക്ഷിച്ച ജനത്തെ നോക്കിയിട്ട് യഹോവയാം ദൈവം പറയുക, ഈ ജനം ഒരു ഉണങ്ങിയ അസ്ഥിയാണ്. എന്തായിരിക്കും കാരണം? ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വലിയ 2 പ്രയാസ കാലഘട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ പ്രയാസകാലം
മിസ്രൈമി അടിമത്തമായിരുന്നു. മിസ്രൈമിന്റെ അടിമത്തത്തിൽ ദൈവത്തിന്റെ ജനം ഫറവോന്റെ കീഴിൽ ഊഴിയ വേല ചെയ്ത് ഏറ്റവും അതിദാരുണമായി സങ്കടപ്പെട്ടിരുന്ന സമയത്ത് യഹോവയാം ദൈവം വിശ്വാസത്തിന്റെ നായകനായ മോശയെ അവരുടെ അടുക്കലേക്ക് അയക്കുകയും അവർ ലക്ഷ്യം വെച്ച കനാൻ നാട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. ആദ്യത്തെ പ്രയാസം അവിടെ തീരുകയാണ്. 40 വർഷക്കാലം. അതിനുശേഷം ഇസ്രായേലിന് വലിയൊരു പ്രയാസകാലമുണ്ടായി. അത് ബാബിലോണിയ പ്രവാസമാണ്. ഈ ബാബിലോണിയ പ്രവാസം എന്നാൽ ഇസ്രായേലിലേക്ക് ബാബിലോണിൽ നിന്ന് ശക്തന്മാരായ നെബൂഖദ്നേസറിനെ പോലുള്ള രാജാക്കന്മാർ ഇസ്രായേലിലേക്ക് കടന്നു വരികയും ഈ സ്വത്തുക്കളെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുകയാണ്. അവരുടെ സ്വത്തുക്കൾ, അവരുടെ സമ്പാദ്യങ്ങൾ, അവർക്കുള്ളതെല്ലാം അവർ ഇസ്രായേലിനുള്ള എല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 2, അവരുടെ തലമുറകളെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. 3, അവരുടെ ദേവാലയങ്ങളിലെ മുഴുവൻ പൊൻവെള്ളി പാത്രങ്ങളെയും ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും അവരുടെ ദേവാലയത്തെ ചുട്ടു നശിപ്പിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാം നഷ്ടപ്പെട്ടു. അവരധ്വാനിച്ച, അവർ കഷ്ടപ്പെട്ട, അവർ നേടിയെടുത്ത എല്ലാം നഷ്ടപ്പെടുത്തു. അവരുടെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന അവരുടെ മക്കളെ അവരുടെ മുൻപിൽ നിന്ന് പിടിച്ചോണ്ട് പോയി. 3, അവരുടെ ദേവാലയം, അവരുടെ ആകെ ആശ്രയമായിരിക്കുന്ന ദേവാലയം, അവർ കണ്ണുനീര് പൊഴിച്ച ദേവാലയം അവർ തകർത്ത് നശിപ്പിച്ചു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ഡിസാസ്റ്റർ, മുഴുവൻ നാശമാണ്. ഇനിയൊരു തിരിച്ചു വരവില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന്, അല്ലേ? ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വേണം. എന്നാൽ ഇവിടെ എല്ലാം നഷ്ടപ്പെടുകയാ, സകലതും നഷ്ടപ്പെടുകയാണ്. അവരാകെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ദണ്ണമൊന്നുമില്ല. കാരണം നഷ്ടപ്പെട്ടത് നമ്മുടേതല്ല. എന്നാ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വാതിൽ പൂട്ടിയെന്ന് ഉറപ്പാണോ? താക്കോൽ എടുത്തായിരുന്നോ? ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ? എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു പോവാറുണ്ട്. അതും പറ്റിയില്ലെങ്കിൽ മോട്ടോർ ഓഫ് ചെയ്തോന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നില്ലേ? ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ചെല്ലുമ്പോഴത്തേക്ക് കത്തിപ്പോവും. ഇപ്പൊ ചെറിയൊരു പ്രശ്നം തോന്നില്ലേ? ഇസ്രായേലിനെ സംബന്ധിച്ച് സകലതും പോയി, നമുക്ക് തോന്നുന്നതേ ഉള്ളൂ. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് സകലതും നഷ്ടപ്പെട്ടു. 2, അവരുടെ മക്കള്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണല്ലേ നമ്മുടെ മക്കള്. നമ്മുടെ മക്കള് നമ്മളോടൊന്ന് എതിർത്ത് നിന്നാൽ, നമ്മുടെ മക്കൾ നമ്മളോടൊന്ന് മർദ്ദലിച്ചാൽ, നമ്മുടെ മക്കളെ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കില്ല. അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് എവിടെ എന്നൊരു ചിന്ത. സങ്കീർത്തനക്കാരൻ 137 സങ്കീർത്തനത്തില് ആ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ആ കുഞ്ഞുങ്ങള് ബാബേൽ നദിയുടെ തീരത്തിരുന്ന് കരയുന്നത് സങ്കീർത്തനക്കാരൻ നല്ല ഭംഗിയായി വരച്ചു കാണിക്കുകയാണ്. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന്റെ നടുവിൽ അലരി വൃക്ഷങ്ങളിൽ മേൽ ഞങ്ങൾ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീനെന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവരുടെ സന്തോഷത്തെയും ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളെ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? കരഞ്ഞുകൊണ്ട് ബാബേൽ നദിയുടെ തീരത്തില് ഒരു യുവതലമുറ, ദാനിയേല്, നെഹമ്യാവ്, യെസ്ര, അവരോടൊപ്പമുള്ള ഒത്തിരി യുവാക്കന്മാര് ആ ദേശത്തിരുന്ന് കരയാ. മക്കളെ കുറിച്ച് മാതാപിതാക്കൾ അന്യദേശത്തും ഇരുന്ന് കരയാ, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന സമയത്ത് വിളിച്ചില്ലെങ്കിൽ നമ്മൾ ചോദിക്കും, പപ്പായെ മോൻ വിളിച്ചായിരുന്നോ? ആ, വിളിക്കുമായിരിക്കും. എന്നിട്ടും സമയം കഴിഞ്ഞു, നേരത്തോട്ട് നേരം കഴിഞ്ഞു, ആഴ്ചയോടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ സഹിക്കില്ല. എന്നാൽ അന്ന് വാട്സപ്പില്ല, അന്ന് ഫോണില്ല, ഇതൊന്നുമില്ല. കുഞ്ഞുങ്ങളെ കുറിച്ച് നെഞ്ചു പിടഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. 3, അവരുടെ ദേവാലയം, ഇതെല്ലാം നശിച്ചു. എല്ലാം അവർ ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഇരിക്കുന്ന ഇസ്രായേലാണ് ഉണങ്ങിയ അസ്ഥി പോലെ ആയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഇസ്രായേലിന് ഒരു എഴുന്നേറ്റം ഉണ്ടാകുമെന്ന് യഹോവയാം ദൈവം ദൈവത്തിന്റെ പ്രവാചകനായ യെഹസ്കേലിലൂടെ പറയുകയാണ്. എങ്ങനെ? ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ദൈവത്തിന്റെ വചനം അനുസരിച്ചാൽ ഈ ഉണങ്ങിയ അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ പുനർജീവിക്കുമെന്ന് ഇവിടെ യഹോവയാം ദൈവം യെഹസ്കേലിനോട് പ്രോമിസ് നൽകുക. പുത്തൻ ഇന്ന് ഇസ്രായേൽ എന്ന് അവകാശപ്പെടുന്നവരാ നമ്മള്, അല്ലെ? നമ്മൾ ആരാണ്? പുത്തൻ ഇസ്രായേൽ. യഹോവയുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവരാണ് നമ്മള്, അല്ലെ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കും. ഏതവസ്ഥ വന്നാലും എൻ്റെ കർത്താവിൻ്റെ മുറിവുള്ള കരം എന്നെ പിടിക്കും എന്നൊക്കെ പറയുന്നവരാണ് നമ്മള്.
എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമല്ലേ? ഒരു വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമല്ലേ? എത്രമാത്രം നോമ്പ് നോക്കി, എത്രമാത്രം ഈസ്റ്റർ ആഘോഷിച്ചു, എത്രമാത്രം പെരുന്നാളുകൾ ആഘോഷിച്ചു, എങ്കിലും എൻ്റെ ഉള്ളിൽ ചില വീണ്ടെടുപ്പുകൾ, പുത്തൻ ഇസ്രായേലായ ഞാൻ ചിലയിടത്തൊക്കെ ഉണങ്ങിയാണ് ഇരിക്കുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ, സ്നേഹബന്ധത്തിൽ ഉണങ്ങിയ അവസ്ഥ എൻ്റെ ഭവനത്തിലുണ്ടോ? അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള സംസാരത്തിൽ, ബന്ധത്തിൽ ഒരു ഉണങ്ങിയ അസ്ഥിയായ അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടോ? സഹോദര ബന്ധത്തിൽ ഒരു ഉണങ്ങിയ അവസ്ഥ എൻ്റെ ഭവനത്തിലുണ്ടോ? എൻ്റെ ചുറ്റിലുമുള്ള അയൽക്കാരുമായി ഒരു ഉണങ്ങിയ ബന്ധം എനിക്കുണ്ടോ? ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എൻ്റെ സ്നേഹം തണുത്തു പോയോ? ജീവിതത്തിൽ എവിടെയൊക്കെയോ ഞാനെന്ന ഭാവം ഉയർന്നു പോയോ? ക്രിസ്തു എന്ന നാമം പറയുകയും ക്രിസ്തുവിനേക്കാൾ ഉയർന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം എന്നിലെ ആത്മാവിനെ ഉണക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പുത്തൻ ഇസ്രായേലായ നമുക്കും ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. വീണ്ടെടുക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ. ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ്. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു ലോകം വളരെ സങ്കടകരമായ ഒരു ലോകത്തിൽ കൂടിയാണല്ലേ. വെറും ഒരു 16 വയസ്സുകാരൻ ഒരു ചുറ്റിക കൊണ്ട് വീട്ടിൽ കണ്ടവരെയെല്ലാം തലക്കടിച്ച് കൊന്നു എന്ന് പറയുമ്പോൾ എത്ര ദാരുണമാണ്. നിസാരമായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സ്വന്തം രക്തമായവനെ, സ്വന്തം സഹോദരനെ കൊന്നൊടുക്കത്തക്കവണ്ണം ജനത്തിന്റെ ഉള്ളിൽ അന്ധത ബാധിച്ചിരിക്കുന്ന ലോകം. കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ വഴക്കിന് ഒരു പൂച്ചട്ടി കൊണ്ട് തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തല അടിച്ച് ഒരമ്മയുടെ മകനെ കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത, വിവേകമില്ലാത്ത ഒരു തലമുറയെ വളർത്തുന്നവരാണ് നമ്മള്. ചില വീണ്ടെടുപ്പുകൾ, പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒന്ന് പുറകിലേക്ക് നടക്കണം, ഒന്ന് കണ്ണുനീര് അവന്റെ കാല് കഴുകണം, ഒന്ന് സക്കായിയെ പോലെ എത്തിക്കുത്തി ഒന്നുകൂടെ അവനെ ഒന്ന് നോക്കിയില്ല എങ്കിൽ ഇനി അടുത്തത് എന്തായി തീരും? ഇത് ഒന്നങ്ങ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലും ഇപ്പോൾ പറഞ്ഞ സംഭവം മറ്റൊന്ന് കാശ്മീരിലും മറ്റൊന്ന് മലപ്പുറത്തുമാണ്. അത് തിരുവല്ലയിലാകുമ്പോൾ, അത് തിരുവല്ലയിലാകാൻ വേണ്ടി കാത്തിരിക്കണോ നമ്മൾ? ഒരിക്കലും ആകില്ല. കണ്ണുനീരോടുകൂടി ചില വീണ്ടെടുപ്പുകൾ, വീണ്ടെടുക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, വചനത്താൽ. അന്ധന് കാഴ്ച കൊടുത്ത വചനം, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച വചനം, മുടന്തനെ സൗഖ്യമാക്കിയ വചനം, രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയ വചനം. ഈ വചനത്തിൽ കൂടെ മാത്രമേ നമ്മുടെ തലമുറകൾക്കൊരു വീണ്ടെടുപ്പുണ്ടാകുകയുള്ളൂ. ഈ വചനത്തിൽ കൂടി മാത്രമേ നമ്മുടെ ഭവനത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. എന്നാൽ എത്രമാത്രം ഈ വചനത്തെ കേൾക്കുകയല്ലാതെ വചനത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കേൾവിക്കൊരു കുറവുമില്ല. രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ യൂട്യൂബുള്ള കാലത്തോളം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഒരാളെ കേട്ടോണ്ടിരുന്നു, 10 മിനിറ്റ് കഴിയുമ്പോൾ പറയും, ഓ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാ. നമ്മൾ എന്ത് ചെയ്യും? എന്നാ പിന്നെ ദാനിയേലച്ചനെ വെക്കാം. ദാനിയേലച്ചനെ വെച്ച് കേട്ട് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ പറയും, കുറച്ചു നേരം ദാനിയേലച്ചൻ ശബ്ദത്തിൽ പറഞ്ഞു കഴിയുമ്പം എന്നാ പിന്നെ പതുക്കെ പറയുന്ന ആരുടെയും കേൾക്കാം, ഇല്ലേ? ഞാൻ അച്ഛൻ സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അതുപോലെ ഞാനും പതുക്കെയൊക്കെ പറയണമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെ പുറത്തു വരുവുള്ളൂ, അല്ലേ? അപ്പൊ കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കുന്ന ആരെയെങ്കിലും കേൾക്കാം. ഇങ്ങനെ കേൾവിക്ക് ഒരു കുറവുമില്ല, വചനം ഇഷ്ടം പോലെ. പണ്ട് യോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പത്തിനായിട്ടുള്ള വിശപ്പോ വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിന്റെ വചനത്തിനായിട്ടാണെന്ന്. പക്ഷെ ഇന്ന് അതിനൊന്നും ഒരു കുറവും, ഇന്നൊരു കുറവുമില്ല. എന്നാൽ വചനം കേൾക്കുക മാത്രം ചെയ്ത് നമ്മളെ തന്നെ ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് ഹെബ്രായ ലേഖനത്തില് സ്ലീഹാ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വചനം കേൾക്കുന്നത് പോലെ അത് എന്നോടാണ്, ഞാനാണ് വചനം വായിക്കേണ്ടത്, ഞാനാണ് അനുസരിക്കേണ്ടതെന്ന് നമുക്കുള്ളിൽ ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തില് വചനത്താൽ വീണ്ടെടുപ്പുണ്ടാകുകയുള്ളൂ. വചനം അനുസരിക്കാൻ പറ്റുന്നത് ആർക്കാണെന്നറിയാമോ? ക്രിസ്തു ഉള്ളിലുള്ളവന് മാത്രമാണ്. കാരണം എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു. ഈ ക്രിസ്തു ഉള്ളവന് മാത്രമേ ഈ വേദപുസ്തകത്തിനോട് ഇഷ്ടം തോന്നുകയുള്ളൂ. അല്ലാത്തവരുടെയൊക്കെ വീട്ടിലെ വേദപുസ്തകം എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ഈ നടുവശം മാത്രം ഇങ്ങനെ മുന്നോട്ട് ഉന്തിയിരിക്കും. കാരണം എന്താ? അവന് ക്രിസ്തുവിനെയല്ല വേണ്ടത്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാ വേണ്ടത്. അല്ലാതെ അനുദിനം നടത്തുന്ന ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത ക്രിസ്തുവിനെ അല്ല ആഗ്രഹം. എന്നിട്ടിങ്ങനെ നടുവശം തുറക്കും, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കുക. അയ്യോ, തുറന്നപ്പോ തന്നെ എന്നെ സംബന്ധിച്ചത് ധാരാളം, അല്ലേ? എന്നെ സംബന്ധിച്ച് ഇത്രയാണ് നമ്മുടെ വചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം. അത് കണ്ട് നമ്മുടെ മക്കളും
പരീക്ഷ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് സ്വന്തമായ നമ്മുടെ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദേവാലയത്തിലേക്ക് വരാൻ സാധിക്കും? നമ്മളിൽ എത്ര പേർക്ക് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വന്തമായി എൻ്റെ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് വായിക്കാൻ സാധിക്കും? ബാക്കിയെല്ലാം തീർന്നാലും, ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ സ്നേഹം ഒരു നാളും അഴിഞ്ഞു പോകുകയില്ല എന്നുള്ള ഈ അപ്പനമ്മ നമ്മളെ ഉപേക്ഷിക്കും, അമ്മ നമ്മളെ ഉപേക്ഷിക്കും, ഭാര്യ നമ്മളെ ഉപേക്ഷിക്കും, മക്കള് നമ്മളെ ഉപേക്ഷിക്കും. നമ്മളെ ഉപേക്ഷിക്കാത്തത് കർത്താവ് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില വീണ്ടെടുപ്പുകൾ ആവശ്യമാണ്. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണെന്നറിയാവോ? ഒരിക്കലൊരു കാളവണ്ടിക്കാരനെ ഇങ്ങനെ കാളവണ്ടി ഓടിച്ചു പോവുകയാണ്. അയാൾ കാണുകയാണ്, ഭാരം തലയിൽ ചുമന്നുകൊണ്ട് ഒരു പ്രായമുള്ള അപ്പച്ചൻ നടന്നു പോവുക. ഈ അപ്പച്ചനെ കണ്ട് ഈ കാളവണ്ടിക്കാരൻ വണ്ടി നിർത്തി കാളവണ്ടിയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. കയറിയോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ കാളവണ്ടിക്കാരൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പച്ചൻ മൂളുക മാത്രമേ ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. ഇതെന്താടോ ഇയാൾ സംസാരിക്കാത്തത്? ഇല്ലേ, നമ്മുടെ വീട്ടിലെയും പ്രശ്നം അതല്ലേ? നിങ്ങൾക്കൊന്ന് മൂളാൻ വയ്യേ മനുഷ്യ എന്നൊക്കെ നമ്മളും ചോദിക്കാറില്ലേ? അപ്പൊ ഈ മൂളല് മാത്രമേ ഉള്ളൂ, ശബ്ദങ്ങളില്ലാത്തത് കൊണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, ഈ കാളവണ്ടിയിൽ അയാൾ ഇരിപ്പുണ്ട് എങ്കിലും തലയിലെ ഭാരം ഇപ്പോഴും ചുമന്നുകൊണ്ട് തന്നെ ഇരിക്കുക. ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും പലരുടെയും മനസ്സിപ്പോൾ എവിടെയെല്ലാം പോയിട്ട് തിരിച്ചു വന്നു. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിലും, ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ടെങ്കിലും എവിടെയെല്ലാം നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ആത്മാവോടുകൂടി ദൈവത്തെക്കുറിച്ച് മാത്രം, ദൈവത്തോടൊപ്പം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിനെ കണ്ടു കാണും. കാരണം ഉത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിനെ പലയിടത്ത് വെച്ച് കണ്ടവരെ വേദപുസ്തകത്തിൽ നമ്മൾ എമാവൂസിൽ പോയവർ കണ്ടവരുണ്ട്, കടൽ തീരത്ത് കണ്ടവരുണ്ട്. എന്നാൽ നമ്മളിൽ ആർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ സാധിച്ചോ? ക്രിസ്തുവിനെ കാണാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിനായിട്ട് മനസ്സ് തുറക്കാൻ, ക്രിസ്തുവായി തീരാൻ നമുക്ക് സാധിക്കണം. ചില വീണ്ടെടുപ്പുകൾ, ഈ ഭാരങ്ങളെയൊക്കെ ഒന്ന് താത്തുവെച്ച് ചില വീണ്ടെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ വീണ്ടെടുക്കപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ പല കാരണങ്ങളാൽ നിർജീവരായിരിക്കുകയാണ്. നമ്മൾ എങ്ങനെ ഇരിക്കുകയാണ്? നിർജീവരായിട്ടിരിക്കുകയാണ്. നിർജീവാവസ്ഥയിൽ നിന്ന് സജീവാവസ്ഥയിലേക്കുള്ളൊരു വീണ്ടെടുപ്പ് ഈ പെരുന്നാളിൽ നമുക്കുണ്ടാകണം. നിർജീവാവസ്ഥ. അപ്പൊ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക അങ്ങനെയൊന്നുമില്ലെന്ന്. എന്നാൽ നമ്മളോട് ആരെങ്കിലും ഒന്ന് ചോദിക്കുക എന്തുണ്ട്, എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നു? ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പെട്ടെന്ന് നമ്മുടെ മുഖം അങ്ങ് മാറും, നമ്മുടെ തൃപ്തി നഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച്, അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സ്ലീഹ, ജീവനുള്ളവരെന്ന് നിങ്ങൾക്ക് പേരുണ്ടെങ്കിലും മരിച്ചവരാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെയൊക്കെ ഒന്ന് ശക്തീകരിക്കുക. ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും ജീവനിൽ മരിച്ചവനാകുന്നു. ആത്മീയനെന്ന്, ക്രിസ്ത്യാനി എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും ക്രിസ്ത്യാനിത്വത്തിൽ നീ മരിച്ചവനാകുന്നു. ക്രിസ്തുവിന്റെ ഭാവമില്ലാതെ, ക്രിസ്തുവിന്റെ ശാന്തതയില്ലാതെ, ക്രിസ്തുവിന്റെ സ്നേഹമില്ലാതെ, ക്രിസ്തുവിന്റെ സഹനമില്ലാതെ, ക്രിസ്തുവിന്റെ മനസ്സിലാക്കലില്ലാതെ ഞാൻ എങ്ങനെ ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടാൻ സാധിക്കും? ജീവനുണ്ടെന്ന് എനിക്ക് പേരുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ ആദ്യ സ്നേഹം ഇന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതം നിർജീവമാണ്. മാതാപിതാക്കളോടുള്ള എൻ്റെ വിശ്വസ്തതയിൽ, അനുസരണത്തിൽ, മക്കളോടുള്ള എൻ്റെ കടപ്പാടിൽ, പരസ്പരമുള്ള ഞങ്ങളുടെ ബന്ധങ്ങളിൽ, സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹത്തിൽ എന്നിൽ ക്രിസ്തുവില്ല എങ്കിൽ നിർജീവാവസ്ഥയിലല്ലേ നമ്മൾ? ഈ നിർജീവാവസ്ഥയിൽ നിന്ന് ഒരു വീണ്ടെടുപ്പുണ്ടാകണമെങ്കിൽ അതിലൊന്നാമതായിട്ട് ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാനുള്ള ദൈവകൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ നമ്മളെപ്പോഴും ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ താല്പര്യമുള്ളവരല്ല. ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് പറ്റില്ല. ഞാൻ ഇങ്ങനെയുള്ളൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ആയിരിക്കുന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ ഒരു കൃപ, ആ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് ഞാൻ ഈ ആയിരിക്കുന്നതും നിന്റെ പദ്ധതിയാണ്.
ഒരിക്കലൊരു മനുഷ്യൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് അയാൾ മണലിൽ കിടക്കുകയാണ്. നല്ലവണ്ണം അയാൾക്ക് തണുക്കുന്നുണ്ട്. അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ഇവിടെ ഈ മണലിൽ കിടക്കുന്നത്? പെട്ടെന്ന് അയാൾ ഓർക്കുകയാണ്, ഇന്നലെ അയാൾ സഞ്ചരിച്ചിരുന്ന ബോട്ട് കടൽക്ഷോഭത്തിൽ നശിച്ചുപോയി. പ്രാണ രക്ഷിക്കാൻ വേണ്ടി നീന്തി എവിടെയോ ചെന്നു കയറിയെങ്കിലും അയാൾ ബോധരഹിതനായി പോയി. രാവിലെ ആയപ്പോൾ അയാൾ കണ്ണു തുറന്നു. അയാൾ റിയലൈസ് ചെയ്യാണ്, അയാൾ മനസ്സിലാക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് എവിടെയോ ആണ്. അയാൾ എഴുന്നേറ്റ് സഹായത്തിനായി ഉറക്ക വിളിച്ചു. ആരും സഹായിക്കാൻ വരുന്നില്ല. അയാൾ ഓടി നടക്കുകയാണ് ആ ഐലൻഡിൽ കൂടി. ആരെങ്കിലും എന്നെ സഹായിക്കാൻ വരുമോ എന്ന്. വരുന്നില്ല. നന്നായി വിശക്കുന്നു. അവിടെ കണ്ട കായ്കനികളൊക്കെ പറിച്ച് അയാൾ തിന്നു. അയാൾ മനസ്സിലാക്കി, വളരെ തണുപ്പുള്ളൊരു പ്രദേശമാണിത്. സന്ധ്യയാകാൻ തുടങ്ങുന്നു. കാട്ടുമൃഗങ്ങൾ ഉണ്ടാകാം. അയാൾക്കൊന്നും അറിഞ്ഞുകൂടാ. അയാൾ കുറെ മരക്കഷ്ണങ്ങളൊക്കെ ശേഖരിച്ച് ചെറിയൊരു കുടിലുണ്ടാക്കി ആ കുടിലിൽ താമസിക്കാമെന്ന് കരുതി. വീണ്ടും അയാൾ ചിന്തിച്ചു, തണുത്താൽ ഞാൻ എന്തു ചെയ്യും? അയാൾ തീ കൂട്ടാൻ കല്ലുകൾ തമ്മിൽ ഉരച്ചു. അയാൾ ചെറിയ തീ കാഞ്ഞു. കായ്കനികളൊക്കെ ഭക്ഷിച്ചു. അയാൾ കിടന്നുറങ്ങി. ദിവസങ്ങൾ കഴിയും തോറും നിരാശ വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ വിധി ഇതായി പോയല്ലോ, ഞാനിനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? അല്ലെ, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കിങ്ങനെ പറ്റിയല്ലോ, ഇനി എന്തായി തീരും? ഞാനിങ്ങനെ കുറേ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഈ ചിന്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് തോന്നി. അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അയാൾ ഇറങ്ങി ഓടി. സങ്കടം സഹിക്കവയ്യാതെ ഇറങ്ങി ഓടി. ഓടിയ വഴിയിൽ കാല് തട്ടി ഒരു തീക്കനൽ അയാൾ താൽക്കാലികമായി പണിത കുടിലിലേക്ക് ചെന്ന് പതിച്ചു. അയാൾ തിരിഞ്ഞു നോക്കാതെ ഓടിയത് കൊണ്ട് അത് കണ്ടില്ല. പക്ഷെ ഓട്ടമൊക്കെ കഴിഞ്ഞ് ദേഷ്യമൊക്കെ കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് തൻ്റെ കയ്യിൽ നിന്ന് തന്നെ തെറിച്ചുപോയ ആ തീക്കനൽ താൻ താൽക്കാലികമായി കെട്ടിയിരിക്കുന്ന കുടിൽ നശിപ്പിച്ചിരിക്കുന്നു. അയാൾ 2 കൈയും കൊണ്ട് അയാളുടെ തലയ്ക്കടിക്കുകയാണ്. വീണ്ടും 2 കൈയും കൊണ്ട് അയാളുടെ നെഞ്ചത്തടിക്കുകയാണ്. ഇത്ര ഹതഭാഗ്യനായ ഞാൻ, ഇത്ര ദോഷിയാണോ ഞാൻ? ഇത്ര ഭാഗ്യം കെട്ടവനാണോ ഞാൻ? നമ്മളും ജീവിതത്തില് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, തൊടുന്നതെല്ലാം അബദ്ധം, എന്തൊരു കഷ്ടമാണ് എൻ്റെ ജീവിതം, ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ദൈവമേ നീ ഇല്ലേ എന്നൊക്കെ അയാൾ ചോദിക്കുകയാണ്. ചോദിച്ച് കരഞ്ഞ് തളർന്നയാൾ അവിടെ ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ്. മരത്തിൽ ചാരിയിരുന്ന അയാൾ ഉറങ്ങി. പിറ്റേ പ്രഭാതത്തിൽ ഒരു കപ്പൽ ഈ ദ്വീപിനെ ലക്ഷ്യമാക്കി വരികയാണ്. ഈ കപ്പൽ ദ്വീപിനോടടുത്തപ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? ആ കപ്പിത്താൻ അയാളോട് മറുപടി പറയുകയാണ്, ഈ വഴി ഞങ്ങൾ വരാറേയില്ല, ഇത് ഞങ്ങളുടെ മാർഗവുമല്ല. എന്നാൽ ഇന്നലെ രാത്രിയിൽ വലിയൊരു ചുമന്ന വെളിച്ചം, അതിനോടൊപ്പം തന്നെ പുകയും കണ്ടപ്പോൾ ഇവിടെ മനുഷ്യവാസമുണ്ട് എന്നും ആരോ സഹായത്തിനായി ഇവിടെ അപേക്ഷിക്കുന്നുണ്ട് എന്നും ഞങ്ങൾ പരസ്പരം പറഞ്ഞു. ആരാണ് എന്നറിയാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സമയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് വളരെ വേദന തരുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ സമയം കർത്താവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല, കർത്താവ് നമ്മളെ മറക്കില്ല. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഞാനിപ്പോൾ കടന്നു പോകുന്ന വേദനയിൽ കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. കർത്താവിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. ഏത് പ്രശ്നത്തിലും മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആയതിനു വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയും, കുറെ കാലമായി കാത്തിരിപ്പ് അല്ല. 2 ശമൂവേൽ പുസ്തകം 21 അധ്യായം 2 ശമൂവേൽ പുസ്തകം 21 അധ്യായം ആരംഭിക്കുന്നത് ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടർച്ച ക്ഷാമം ഉണ്ടാകുകയാണ്. ദാവീദ് യഹോവയോട് അപേക്ഷിക്കുകയാണ്. യഹോവയാം ദൈവം ദാവീദിനോട് പറയുകയാണ്, ഈ ദേശം ഭരിച്ചിരുന്ന ശൗൽ രാജാവ് ഗിബിയോന്യരെ ഈ ദേശത്ത് വെച്ച് കൊന്ന് ആ തലമുറയിലെ രക്തം ഈ ദേശത്ത് വീണത് കൊണ്ടാണ് ഈ ദേശത്തിൽ മഞ്ഞും മഴയും ഉണ്ടാകാത്തത്. അതുകൊണ്ട് നീ അതിന് പ്രതിക്രിയ ചെയ്യണം. ദാവീദ് പിറ്റേന്ന് ഗിബിയോന്യരെ കൂട്ടിവരുത്തി. ഗിബിയോന്യരെന്ന് പറഞ്ഞാൽ യഹൂദരല്ല, അവർ മറ്റൊരു ജാതിയാണ്. അവരെ കൂട്ടിവരുത്തി അവരോട് ചോദിച്ചു, നിങ്ങളുടെ തലമുറകളെ ശൗൽ ഈ ദേശത്ത് കൊന്നതിന് എന്താ ഞങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് തരേണ്ടത്? പൊന്നു വേണോ, വെള്ളി വേണോ, എന്താ പകരം തരേണ്ടത്? അവർ മറുപടിയായിട്ട് പറയുകയാണ്, പൊന്നോ വെള്ളി കൊണ്ടോ ഞങ്ങളുടെ പ്രതികാരം തീരുകയില്ല. ഞങ്ങളുടെ തലമുറയെ ഈ ദേശത്ത് കൊന്ന ശൗലിന്റെ മക്കളെയെല്ലാം ഞങ്ങൾക്ക് വിട്ടുതരണം.
ദാവീദ് തന്റെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ശൗലിന്റെ 7 മക്കളെയും ഗിബയോന്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 9-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ ഗിബയോന്യർ അവരെ യഹോവയുടെ മുൻപാകെ തൂക്കിക്കൊന്നു. 21-ാം അധ്യായം 9-ാം വാക്യം, ഗിബയോന്യർ ഈ 7 മക്കളെയും ശൗലിന്റെ 7 മക്കളെയും തൂക്കിക്കൊല്ലുകയാണ്. ഈ വാർത്ത അറിഞ്ഞ് എല്ലാവരും അവിടേക്ക് ചെന്നു. പക്ഷെ ആ കാലം എന്ന് പറയുന്നത് കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസമായിരുന്നു, കൊയ്ത്തുത്സവമായിരുന്നു. എല്ലാവർക്കും കൊയ്ത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ട് എല്ലാവരും കൊയ്ത്തുത്സവത്തിന് പങ്കെടുക്കാൻ പോയി. എന്നാൽ ഒരു സ്ത്രീ, അവളുടെ പേര് റിസ്പ എന്നാണ്. റിസ്പ ആരാണെന്നറിയാമോ? 2 ശമൂവേൽ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, അയ്യാവിന്റെ മകളായ റിസ്പ. 2 വീണ്ടും പറയുന്നു, ശൗലിന്റെ വെപ്പാട്ടിയായ റിസ്പ. രാജ്ഞിമാരുണ്ട്, അനേക റാണിമാരുണ്ട്, അനേക വെപ്പാട്ടിമാരുണ്ട്, അനേക മനുഷ്യരവിടെയുണ്ട്. എന്നിരുന്നാലും റിസ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ മാത്രം, അവൾ ആ ശവത്തിന്റെ മുൻപിൽ കാവൽ നിൽക്കുകയാണ്. അവൾ ആ ശവത്തെ കഴുമരത്തിൽ നിന്ന് താഴേക്ക് ഇറക്കുകയാണ്. അവൾ ഒരു പാറമേൽ ഈ ശവത്തെ കിടത്തുകയാണ്. ചാക്കുകൊണ്ട് ഈ ശവത്തെ മൂടി വെക്കുകയാണ്. രാത്രിയിൽ ആകാശത്ത് നിന്ന് പക്ഷികളോ മൃഗങ്ങളോ പകൽ ജന്തുക്കളോ ഒന്നും ഈ ശവത്തെ തിന്നാതിരിപ്പാൻ രാവും പകലും എന്നില്ലാതെ ഈ സ്ത്രീ നിർജീവമായിരിക്കുന്ന ഈ ശവത്തിന് കാവൽ നിൽക്കുകയാണ്. നിർജീവമായി നിൽക്കുന്ന ഈ ശവത്തിന് കാവൽ നിൽക്കുകയാണ്. ഈ ദിവസങ്ങളോളം കാവൽ നിൽക്കുകയാണ്. കാത്തു നിന്നിട്ട് കാര്യമില്ല എന്നറിയാമായിരുന്നിട്ടും റിസ്പ അതിന് കാവൽ നിൽക്കുകയാണ്. ഈ വാർത്ത ദാവീദിന്റെ ചെവിയിലെത്തി. ദാവീദിന്റെ മനസ്സിളകി. ദാവീദ് രാജാവ് തനിക്ക് മുൻപ് രാജാവായിരുന്ന ശൗലിന്റെ അസ്ഥികൾ യുദ്ധം നടന്ന ഭൂമിയിൽ നിന്ന്, യോനാഥാന്റെ അസ്ഥികൾ അദ്ദേഹം മരിച്ച ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ 7 മക്കളുടെയും അസ്ഥികൾ ഒന്നിച്ച് ശേഖരിച്ച് പിതാക്കന്മാരെ പോലെ മാന്യമായി കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. എന്തായിരുന്നു കാരണം? നിർജീവമായതിന്മേൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന റിസ്പ എന്ന് പറയുന്ന സ്ത്രീയുടെ വിശ്വാസത്തിന്റെ വലിപ്പമായിരുന്നു പ്രിയമുള്ളവരെ അതിന് കാരണം. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിർജീവമായ പല പ്രാർത്ഥനകളുമുണ്ട്. ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയും കരഞ്ഞിട്ട് കാര്യമില്ല, ഇനിയും മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ ആയിപ്പോയി. അല്ല, റിസ്പ എന്തു ചെയ്തു? അതിനെ കഴുമരത്തിൽ നിന്ന് ഇറക്കി പാറമേൽ കിടത്തി ചാക്കുകൊണ്ട് മൂടി. നമുക്കും ഒരു പാറയുണ്ട്. ആ പാറ ക്രിസ്തുവാകുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ കുടിച്ച വെള്ളം, ആ പാറ ക്രിസ്തുവാകുന്നു. വീണ്ടും മത്തായി സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ആ പാറമേൽ വീട് പണിയുന്നവനാണ് ബുദ്ധിമാനായ മനുഷ്യൻ. കാറ്റുവരും, വൻമഴ ചൊരിയും, അവന്റെ ഭവനം കുലുങ്ങിപ്പോകില്ല. ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നവരുടെ മുൻപിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മൾ. പാറമേൽ കിടത്തി ചാക്കുകൊണ്ട് പൊതിഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങളെ ഒന്ന് പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുവാൻ, പ്രശ്നങ്ങളെ ദൈവസന്നിധിയിൽ പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ. കർത്താവേ, നിർജീവമായ എൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അവിടുന്ന് ഒന്ന് ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നിർജീവത്വം ഉണ്ടാകുന്ന എങ്ങനെയാണെന്നറിയാവോ? നമ്മളുടെ തൃപ്തിയില്ലാത്ത ജീവിതം കൊണ്ട്. തൃപ്തിയില്ലാത്ത ജീവിതങ്ങളിൽ മേൽ തൃപ്തി ഉണ്ടാകാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയില്ലാത്തത്? തൃപ്തിയില്ലാത്തതിൻ്റെ കാരണം എന്താണ്? നമ്മളിലേറെ പേര് ഇന്നലകളിൽ ജീവിക്കുന്നവരാ. വരണ്ടായിരുന്നു ഇങ്ങോട്ട്, അല്ലേ? ഗൾഫിൽ തന്നെ അങ്ങ് നിന്നാ മതിയായിരുന്നു. അന്ന് ആ ഡൽഹിയിലെ ജോലിക്ക് പോയാ മതിയായിരുന്നു. മോനെ ഡിഗ്രിക്ക് വിട്ട സ്ഥാനത്ത് BSc നഴ്സിങ്ങിന് വിട്ടാ മതിയായിരുന്നു. ഇങ്ങനെ പല നഷ്ടപ്പെട്ടു പോയത് നമ്മുടേതല്ലാത്ത പലതിനെയും ഞാൻ മാത്രം അത്ര പോരാ എന്ന് പറഞ്ഞ് സ്വയം പഴിച്ചുകൊണ്ട് ഇന്നലെയെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് ജീവിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, നിന്റെ ഭാരം എൻ്റെ മേൽ വെക്കുക. ഞാനാണ് നിന്റെ ആലോചനക്കാരൻ, ഞാനാണ് നിന്നെ വഴി നടത്തുന്നവൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ബലമുള്ളവന്റെ കൈക്കീഴിൽ
താണിരിപ്പീൻ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യം. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നിരാശയല്ല പ്രതിവിധി. എന്റെ ക്രിസ്തുവിൽ ഞാൻ പ്രത്യാശയോടെ ജീവിക്കും എന്ന് പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തിനു വേണ്ടി ആ വചനം വേണമെന്ന് പറയുന്നത്? നിരാശ വരുമ്പോൾ ഈ വചനമാണ്. നമുക്ക് ആകെ അറിയാവുന്ന വചനം എന്താ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട്. പിന്നെ എന്തുവാ? 23-ാം സങ്കീർത്തനം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും എനിക്ക് എന്നാത്തിന്റെ കുറവാ അല്ലേ? എനിക്ക് എന്നാത്തിന്റെ കുറവാ? അല്ല, ദൈവത്തിന്റെ വചനങ്ങളെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ എഴുതി സൂക്ഷിക്കുമ്പോൾ മാത്രമാണ് നിരാശ വരുമ്പോൾ പ്രത്യാശയായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അടുത്ത നിർജീവാവസ്ഥയുടെ കാരണം എന്താണെന്നറിയാമോ? നാളെയെക്കുറിച്ചുള്ള ആകുലത. നമ്മുടെ എല്ലാം വലിയൊരു പ്രശ്നമാണ്. ഇങ്ങനെ പോയാൽ നാളെ, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പോയാൽ എന്തായി തീരും? 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ കുറിച്ചാണ് ഇപ്പോഴേ നമ്മുടെ ചിന്ത. ഉറക്കമില്ല. നമ്മുടെ മോൻ ഇങ്ങനെ അവിടെ വാക്ക് കേട്ടാൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും. എന്തായി തീരും? ഞങ്ങളുടെ കാര്യം എന്തായി തീരും? സങ്കീർത്തനക്കാരൻ 34-ാം സങ്കീർത്തനത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ നമ്മളോട് തന്നെ പറയണം, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പിന്നെ തൃപ്തിയില്ലാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? കൂടെ കിട്ടിയിരിക്കുന്നവരൊന്നും അത്ര പോരാ എന്നൊരു ചിന്ത നമുക്കുണ്ട്. നമ്മളുടെ വീട് അത്ര പോരാ. എന്താ അതിന് കാരണമെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ഒരാൾ ഞങ്ങളോട് ചോദിച്ചു, ലൈവ് പോവാ. കഴിഞ്ഞ ദിവസം ഒരാൾ ഞങ്ങളോട് ചോദിച്ചു, വണ്ടി വിറ്റു അല്ലേ? വണ്ടി വിറ്റു. എത്ര രൂപ കിട്ടി? 5 ലക്ഷം രൂപ കിട്ടി. അയ്യോ, ഞങ്ങൾ ചോദിച്ചു എന്താ? എനിക്ക് അതേ വണ്ടിക്ക് 4 ലക്ഷം രൂപ കിട്ടിയുള്ളല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പറയുക, 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് കേട്ടോ. എന്താ കാര്യം? അപ്പോൾ അച്ഛൻ ചോദിച്ചു, 4 കിട്ടിയില്ലേ? എനിക്ക് 4 കിട്ടിയതല്ല എൻ്റെ ടെൻഷൻ. നിങ്ങൾക്ക് 5 കിട്ടിയല്ലോ. പിന്നെ എനിക്കെന്താ? നമ്മുടെ ജീവിതത്തിലെ തൃപ്തി ഇല്ലാത്തതിന്റെ കാര്യം പലപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലുള്ള പലതും നമുക്കില്ല. പക്ഷെ നമ്മളെപ്പോഴും ദൈവത്തോട് നന്ദിയോടെ പറയണം, ലഭിച്ചതല്ലാതെ ഞങ്ങൾക്ക് ലഭിച്ചത്. ഓരോ ദിവസവും രാത്രിയിൽ ഒരു ഭക്തന്റെ അവകാശമാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. നമ്മൾ നമ്മുടെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തേ ഉള്ളൂ? എൻ്റെ കുഞ്ഞെ ഇച്ചിരി നന്ദി. പിതാവാം ദൈവം, അപ്പനായ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന എന്താ? കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ഓരോ ദിവസവും ദൈവമേ നന്ദി, ഇന്ന് ഉണർന്നതിന് നന്ദി, ഇന്ന് ജീവൻ നിലനിന്നതിന് നന്ദി, ദാനമായി തന്ന ഓരോന്നിനും നന്ദി. ഒന്ന് എണ്ണിപ്പെറുക്കി നോക്കിക്കേ, നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറും. കാരണം ഇത്രയെല്ലാം കാര്യം ദൈവം നമുക്ക് നൽകിയല്ലോ എന്നോർക്കുമ്പോൾ നന്ദി പറയാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിനുശേഷം ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകണമെങ്കിൽ പലപ്പോഴും നമ്മുടെ നാവിനെ, നമ്മുടെ ഭക്തന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? വലിയ ഭക്തിയൊക്കെയാ, പെരുന്നാൾ കഴിഞ്ഞ് ചെറിയൊരു കാര്യത്തിനായിരിക്കും വൈകുന്നേരം 3:30 വരെയും വലിയ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷ കഴിഞ്ഞ് ആ കഞ്ഞി കുടിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മുടെ അത്രയും നേരത്തുള്ള ആത്മീയത അതെന്തോ ഒരു കോമ്പറ്റീഷൻ പോലെയാണ് നമുക്ക്, അല്ലേ? നമുക്കത് വലിയൊരു നിർബന്ധമാണ്. ഏത് കാര്യത്തിനും ഈ മത്സര ബുദ്ധിയാണ് നമുക്ക്. പിന്നെ എങ്ങനെയാ നമ്മൾ ക്രിസ്തുവുള്ളവനാകുന്നത്? നമ്മളിട്ട് എന്ത് ചെയ്യും? പരസ്പരം നിയന്ത്രിക്കും. ഇനി പ്രാസയൊക്കെ ഇറങ്ങുമ്പോൾ നോക്കണം, നടക്കാൻ വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്തിനുള്ളവരാ? നിയന്ത്രിക്കാനുള്ളതാ. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞിടുന്നു. മുന്നം നാളിൽ കർത്താക്കന്മാർ, രാജാക്കന്മാർ, ഇന്നൽപ്പന്മാർ, സ്ഥാനഭ്രഷ്ടർ, മൃത്യുഗ്രസ്തർ. ജീവിക്കുമ്പോൾ ദൈവത്തെ പോലെ കൽപ്പിക്കും. വീട്ടിലായിക്കൊള്ളട്ടെ, ആയിരിക്കുന്ന സ്ഥലത്തായിക്കൊള്ളട്ടെ, കർത്താവെ വിട്ടുകൊടുക്കാനുള്ള ഒരു ആത്മാവ്. ഇനിയും എനിക്ക് ഇതിപ്പോ കേൾക്കുമ്പോൾ പോലും നമുക്കത് ഇഷ്ടമല്ല. കാരണം എന്താ? ഞാൻ അങ്ങനത്തെ ഒന്നും, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധാർഷ്ട്യം. ഞാൻ അങ്ങനത്തെ ഒന്നും. എവിടെയാണ് എനിക്കൊരു ശുശ്രൂഷ മനോഭാവം? ക്രിസ്തുവായി തീരാൻ, വിശുദ്ധനായി തീരാൻ,
സൂര്യനായിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം ഒരു ചന്ദ്രന്റെ വെളിച്ചമെങ്കിലും സ്വീകരിക്കുവാൻ, നമുക്ക് വേണ്ടി എരിഞ്ഞ വിശുദ്ധന്മാരുടെ വെളിച്ചത്തിൽ നടക്കാൻ വിശുദ്ധനായി തീരണം ഒരപ്പൻ, വിശുദ്ധയായി തീരണം ഒരമ്മ, സ്വയം വെളിച്ചമായി തീരണം മക്കൾ. മിന്നാമിനുങ്ങിന്റെ അത്രയും വെളിച്ചമേ ഉള്ളെങ്കിലും ഇരുട്ടിൽ പ്രകാശിക്കാൻ നമുക്ക് സാധിക്കണം. ഇരുട്ടിൽ നമ്മുടെ മക്കൾ തെന്നി വീഴാതെ ഇരിക്കാൻ വഴി ഇതാകുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി അനുദിനം സംസാരിക്കുന്നവരാകണം നമ്മൾ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നവരാകണം നമ്മൾ. ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പരസ്പരം ഭവനങ്ങളിലെ ബന്ധങ്ങൾ, നിർജീവാവസ്ഥകളെ വീണ്ടെടുക്കുവാൻ? ഒരു ഭക്തൻ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും മരിച്ചവനാകുന്നു. രണ്ടാമതായുള്ള വീണ്ടെടുപ്പ് നിരാശ്രയത്വത്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പാ. എവിടെ നിന്നാണ് വീണ്ടെടുക്കേണ്ടത്? നിരാശ്രയത്വത്തിൽ നിന്ന് വീണ്ടെടുപ്പ്. ആശ്രയം അല്ലെ? നമ്മൾ പാടും, ആശ്രയം യേശുവാണെന്റെ ആശ്രയം. പാടാറില്ലേ ഇവിടെ? ആശ്വാസം യേശുവാണെന്റെ ആശ്വാസം. ഇങ്ങനെ പാടുമെങ്കിലും പലപ്പോഴും നമ്മൾ ആശ്രയം വെക്കുന്നത്, നടക്കുന്നവരെ സംബന്ധിച്ചിട്ട് നമ്മൾ നമ്മുടെ കാലിനെയാ പലപ്പോഴും ആശ്രയം വെക്കുന്നത്, അല്ലേ? നമ്മൾ പലപ്പോഴും ആശ്രയം വെക്കുന്നത് നമ്മുടെ കാലിനെയാ. നമ്മൾ പലപ്പോഴും ആശ്രയം വെക്കുന്നത് നമ്മുടെ ബാങ്കിനെയാ. നമ്മൾ പലപ്പോഴും ആശ്രയം വെക്കുന്നത് നമ്മുടെ ജീവിത പങ്കാളിയാ. പലപ്പോഴും ആശ്രയം വെക്കുന്നത് നമ്മുടെ ബുദ്ധിയാ. നമ്മൾ പലപ്പോഴും ആശ്രയം വെക്കുന്നത് നമ്മുടെ മക്കളെയാ. പക്ഷേ പലരും ഓടി തളർന്നെടുത്ത് ഒന്നുമല്ലാത്തവർ ഓടിക്കേറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ നാട്ടിലൊക്കെ പഠിച്ചു നടക്കുമ്പോൾ വെറും ഒരു പൊട്ടനെ പോലെ നടന്നവരൊക്കെ എവിടെയൊക്കെയോ ഉയർന്ന സ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവൻ ആശ്രയം വെച്ചത് അവന്റെ ബുദ്ധിയല്ല, അവൻ ആശ്രയം വെച്ചത് ജീവനുള്ള ദൈവത്തെയാ. നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, അബ്രഹാം ദൈവത്തിൽ ആശ്രയം വെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു കൽപ്പണിക്കാരൻ മാത്രമായിട്ട് അപ്പനെ പോലെ പോകുമായിരുന്നു. ദാവീദ് ദൈവത്തിൽ ആശ്രയം വെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരാട്ടിടയനായിട്ട് തീരുമായിരുന്നു. യാക്കോബ് ദൈവത്തിൽ ആശ്രയം വെച്ചില്ലായിരുന്നെങ്കിൽ അവൻ ഇസ്രായേലായി മാറില്ലായിരുന്നു. എസ്തർ ദൈവത്തിൽ ആശ്രയം വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു രാജ്ഞിയായി തീരില്ലായിരുന്നു. യോസഫ് ദൈവത്തിൽ ആശ്രയം വെച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും മിസ്രൈമിന്റെ അധിപതിയായി തീരില്ലായിരുന്നു. സക്കായി ദൈവത്തിൽ ആശ്രയം വെച്ചില്ലായിരുന്നുവെങ്കിൽ അവനൊരു ചുങ്കക്കാരനായി ഒടുങ്ങിപ്പോകുമായിരുന്നു. ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ മാത്രമാണ് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിന്നെ വലിയ അവസ്ഥയിലേക്ക് ആക്കുന്നതെന്നുള്ള സത്യം നമ്മളുടെ ജീവിതത്തിൽ ഓരോ പ്രാർത്ഥനകളിൽ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം. ആശ്രയിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്നതാകണം എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലം. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തില് അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ കാണാം. ഇസഹാക്ക് വലിയ വരൾച്ച ഉണ്ടാകുന്ന കാലത്ത് ദൈവത്തോട് ആലോചന ചോദിക്കുക. യഹോവേ, ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ, അവന്റെ അപ്പനെ പോലെ ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ യഹോവയാം ദൈവം പറയുകയാണ്, നീ ഗരാർ എന്ന ദേശത്തേക്ക് പോ. അത് ഫെലിസ്ത്യരുടെ ദേശ, അത് അമാലേക്കിന്റെ ദേശ, അത് മല്ലന്മാരുള്ള ദേശ. പക്ഷെ ഞാൻ നിന്നോട് കൂടെ പോരും. 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് അവനെ അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, നീ ഈ ദേശത്ത് താമസിക്ക്, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. ഇങ്ങനെയല്ലേ പ്രിയമുള്ളവരെ നിങ്ങളും ഈ ദേശത്ത് നിൽക്കുന്നത്? ദൈവം നമ്മുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദേശം ഇത്, അല്ലെ? നീ ഇവിടെ പാർക്കും, നീ നിന്റെ മക്കളും ഇവിടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് നമുക്ക് അവകാശപ്പെട്ടു തന്ന ദേശമാണ്. ഈ ദേവാലയത്തിൽ വന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച നല്ല പിതാക്കന്മാരുടെ കണ്ണുനീരിന്റെ ഫലം അവിടെ ചേർത്ത് പറയുന്നുണ്ട്. അത് ഇസഹാക്കിന് കിട്ടാനുള്ള കാരണം തന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കുമെന്നാ പറയുന്നത്. ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ നീ അനുഭവിക്കുന്ന നന്മ ആരുടെ നന്മയാണ്? നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ നന്മയാണ്. അങ്ങനെയെങ്കിൽ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെയും ജീവിതത്തിന്റെയൊക്കെ നന്മ നമ്മുടെ മക്കൾ അനുഭവിക്കുവാൻ കാരണമാകുമോ? ഇവിടെ ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെടുകയാണ്, ആ ദേശത്ത് വിതയ്ക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ കാണാം, അവൻ ആ ദേശത്ത് വർദ്ധിച്ചു വന്നു. ആടുകളും മാടുകളും കന്നുകാലികളും എല്ലാമായി വർദ്ധിച്ചു വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്ത്യർ അവന്റെ കിണർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു. അവൻ കൃഷിക്ക് ഉപയോഗിക്കുന്ന കിണർ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടി. ഇസഹാക്ക് ഒന്നും മിണ്ടിയില്ല, അടുത്ത ദേശത്തേക്ക് പോയി. ആട്ടിടയന്മാർ അവനെ ഓടിച്ചു വിട്ടു. അവൻ അടുത്ത ദേശത്തേക്ക് പോയി. അബ്രഹാം പണ്ട് വന്ന് കുഴിച്ച കിണറിൽ നിന്ന് പോലും വെള്ളം കൊടുക്കാതെ വീണ്ടും അവനെ അവിടെ നിന്ന് ആട്ടിപ്പായിച്ചു വിട്ടു. അവനെ ആട്ടിപ്പായിച്ച് അവിടെ നിന്ന് വിടുകയാണ്.
മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഇസഹാക്ക് തളർന്നു പോയില്ല, ഇസഹാക്ക് തകർന്നു പോയില്ല. കാരണം എന്താണെന്നറിയോ? ഹി വാസ് എ മാൻ ഓഫ് പേഴ്സണൽ പ്രയർ. അവൻ ദൈവവുമായിട്ട് അനുദിനം ബന്ധമുള്ളവനായിരുന്നു. ദൈവത്തോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ തന്നെ ശക്തിപ്പെടാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ മറ്റുള്ളവർ പറയുന്നതും ജീവിതത്തിന്റെ നിരാശകളും ഒക്കെ നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. എന്നാൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എൻ്റെ മക്കളുടെ മുൻപിൽ മാതൃകയാകാൻ എനിക്ക് സാധിക്കാറുണ്ടോ? പ്രാർത്ഥനയ്ക്കൊന്നും കുറവൊന്നും കാണില്ല. പക്ഷെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായി ഈ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എൻ്റെ അപ്പൻ്റെ കണ്ണുനീര്, മുട്ടുമടക്കിയിരിക്കുന്ന എൻ്റെ അപ്പൻ്റെ കണ്ണുനീര്, മുട്ടുമടക്കിയിരിക്കുന്ന എൻ്റെ അമ്മയുടെ കണ്ണുനീര്, തെറ്റു ചെയ്യാൻ നേരത്ത് ഓരോ കുഞ്ഞിനെയും പറയും, ചെയ്യരുത്. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ നിനക്കുണ്ട്, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ നിനക്കുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞിൻ്റെ ഉള്ളിലിരുന്ന് സംസാരിക്കും. അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഇത്രയായത്? അപ്പനോടും അമ്മയോടുമുള്ള സ്നേഹത്തിലും ബഹുമാനത്തിലും ഭയം എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചു. പക്ഷെ നമുക്ക് ഭയമായിരുന്നില്ല, അവരോടുള്ള വിധേയത്വമായിരുന്നു. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അപ്രകാരം നമ്മുടെ മക്കൾക്കുണ്ടാകണമെങ്കിൽ നമ്മൾ വ്യക്തിപരമായി ദൈവവുമായി ബന്ധമുള്ളവരാണ് നമ്മുടെ മക്കൾ കണ്ടു വളരണം. 2, നമ്മൾ കാലുമടക്കുന്നത് പോലെ നമ്മുടെ മക്കള് മുട്ടിന്മേൽ കാലുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയിച്ചു. നമ്മുടെ മക്കള് ദൈവത്തെ അറിയുന്ന മക്കളല്ല എങ്കിൽ മക്കള് നമ്മുടെ കണ്ണാടിയാണ് കേട്ടോ. മക്കള് നമ്മുടെ ഇപ്പൊ എന്താ സംഭവിക്കുന്നറിയോ? കുഞ്ഞു വാഗൊണ്ട് പറയുന്നത് കേൾക്കാൻ 23-ാം സങ്കീർത്തനം പഠിപ്പിക്കും. പിന്നെ അവന്റെ അവസാനം വരെ അവൻ എന്തേ അറിയാവൂ? അതിൽ നിന്ന് കൂടുതലൊന്നും. സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കും. ഈ ചൊല്ലുന്നതിന്റെ ഒക്കെ അർത്ഥം അവനും അറിഞ്ഞുകൂടാ, നമുക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയും, വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പിതാവാം ദൈവത്തെ കാണുന്ന അപ്പനെയും അമ്മയെയും മക്കൾ കുടുംബത്തിൽ കാണണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്വർഗം തുറന്ന് കാതോർത്തിരിക്കുന്ന ഒരപ്പനെ, കാത്തിരിക്കുന്ന ഒരപ്പനെ, തേടി വരുന്ന ഏദനിൽ തേടി വന്ന അപ്പനെ കാണാൻ നമുക്ക് സാധിക്കണം. വീണ്ടും അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വയം ആഹാരമായിക്കൊണ്ട് ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകുന്ന രക്തം കാണുമ്പോൾ കണ്ണുകൾ നിറയുന്ന അപ്പനെയും അമ്മയെയും കാണാൻ കുടുംബ പ്രാർത്ഥനയുടെ പായിൽ മക്കൾക്ക് സാധിക്കണം. പരീക്ഷയിൽ ഞങ്ങളെ കടത്തരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരീക്ഷകളെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേണം എന്ന ചിന്ത ഈ കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ നമ്മളോടൊപ്പം മുട്ടുമടക്കുകയുള്ളൂ. നമ്മുടെ യുവതി യുവാക്കന്മാർ ഏത് ദേശത്തായിരുന്നാലും, വിദേശത്ത് പോകുമ്പോഴും ബാംഗ്ലൂർ പോകുമ്പോഴും അവർ പള്ളിയിൽ പോകുന്നൊന്ന് അന്വേഷിച്ചാൽ പോരാ, ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചാൽ മാത്രം ബാക്കി ദൈവത്തിൻ്റെ ആത്മാവ് അവനെ വഴി നടത്തും. പലപ്പോഴും നമ്മൾ പറയും നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ, പക്ഷെ നമ്മളത് പറയല്ലാതെ നമ്മുടെ പ്രശംസ മുഴുവൻ നമ്മുടെ മക്കളിലും, നമ്മുടെ പ്രശംസ മുഴുവൻ നമ്മൾക്ക് ഉള്ളതിലുമാണ്. എന്നാൽ നമ്മുടെ പ്രശംസ ക്രിസ്തുവിൽ മാത്രമാകണം. ഇവിടെ ഇസഹാക്കിനെ 3 പ്രാവശ്യം ആട്ടിപ്പായിച്ചിട്ടും ഇസഹാക്ക് കുലുങ്ങിയില്ല. കാരണം എന്താ? ഫെലിസ്ത്യർ അവന്റെ കിണർ മണ്ണിട്ട് മൂടിയ കിണറിലേക്ക് നോക്കി അവൻ കരഞ്ഞില്ല. മൂടിയ കിണറിലേക്ക് നോക്കി അവൻ കരഞ്ഞില്ല. ആട്ടിപ്പായിച്ചു വിട്ടവരെ തിരിഞ്ഞു നോക്കി അവൻ കരഞ്ഞില്ല. അവകാശം നിഷേധിച്ച സഹോദരന്മാരെ നോക്കി അവൻ കരഞ്ഞില്ല. അവൻ കരഞ്ഞതോ, അവന്റെ കണ്ണുനീർ വീണതോ ജീവനുള്ള ദൈവത്തിന്റെ തുരുത്തിയിലായിരുന്നു. ജീവനുള്ള ദൈവത്തിന്റെ നമ്മളെല്ലാം നീതിമാന്മാരാ, നമ്മൾ ആരോടും ഒന്നും ചെയ്യുന്നില്ലെന്നാ പറയുന്നത്. പക്ഷെ പലരുടെയും കിണറുകളെ മൂടിക്കളയത്തക്കവണ്ണം അസൂയ നമ്മുടെ ഉള്ളിലുണ്ടോ? ഫെലിസ്ത്യർക്ക് എന്താ അവനോട് തോന്നിയത്? എന്താ തോന്നിയത്? അസൂയ. നമ്മളിലെ നമ്മളോട് തന്നെ ചോദിക്കുക, കർത്താവേ, നിനക്ക് ചേരാത്ത അസൂയയുടെ ഭാവം വെച്ചിട്ടാണോ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത്? വേറൊരാൾ ഉയരുന്നത് കാണുമ്പോൾ, വേറൊരാൾ നന്നാവുന്നത് കാണുമ്പോൾ, നമ്മളെക്കാൾ കൂടുതൽ ആർക്കെങ്കിലും കാണുമ്പോൾ എനിക്ക് അസൂയയുടെ ആത്മാവുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ ദുർഗന്ധമാണ്. എൻ്റെ മക്കളുടെ മേൽ അനുഗ്രഹത്തിന് പകരം അത് പലപ്പോഴും മറ്റുള്ളവരോട് അസൂയയോടുകൂടി മറ്റുള്ളവരുടെ സന്തോഷത്തെ മണ്ണിട്ട് മൂടിക്കളയാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? പ്രിയമുള്ളവരെ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തോട് അടുക്കുമ്പോൾ ദൈവമേ, എന്നിലെ നിനക്ക് ചേരാത്ത ഭാവങ്ങളെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. മൂടിയവരെ ഓർത്ത് നമ്മൾ കരയരുത്.
നമ്മുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ച സഹോദരനെ നോക്കി നമ്മൾ കരയണ്ട. സഹോദരൻ നമ്മുടെ അവകാശത്തെ തടഞ്ഞു നിർത്തുകയും ഓടി നടന്ന് നാട്ടിലെല്ലാം നമ്മളാണ് കുറ്റക്കാരെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓർത്തും കരയണ്ട. കരയേണ്ടവന്റെ സന്നിധിയിൽ കരയുക, കരയേണ്ടവന്റെ സന്നിധിയിൽ കരയുക. കർത്താവ് കരുതിക്കൊള്ളും. നാലാമതായിട്ട് അവൻ അടുത്ത ദേശത്തേക്ക് പോയി. ആരും ആ ദേശത്ത് നിന്ന് അവനെ ഓടിച്ചു വിടാത്തത് കൊണ്ട് 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ആ ദേശത്ത് അവൻ ഒരു കിണർ കുഴിച്ചു, അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു. എന്താ പേരിട്ട്? രഹോബോത്ത് എന്ന് പേരിട്ടു. ആരും നമ്മളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടാത്തത് കൊണ്ട് ഈ ദേശത്തിന് എന്ത് പേരിട്ടു? ഈ ദേശം രഹോബോത്തിന്റെ അനുഭവത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും. ആരും നമ്മളെ ഒന്നിൽ നിന്നും, കാരണം നമ്മൾ അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലുമാ. എന്നാൽ ഒരു ദിവസമുണ്ട്, ഉവ്വോ ഇല്ലയോ എന്ന് പറയുന്നൊരു ദിവസം. അന്ന് പോകുവീൻ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കാതിരിക്കണമെങ്കിൽ, അല്ലെ, നമുക്കെല്ലാം നിത്യജീവൻ വേണം. പക്ഷെ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കിടുകിടാന്ന് വിറയ്ക്കും, അല്ലേ? നമുക്ക് അതിനേക്കാളുള്ള പേടി എന്തിനു വേണമെന്നറിയോ? നിത്യജീവൻ എന്നൊരു അവകാശത്തെക്കുറിച്ച്. അത് വാഗ്ദത്തമാണ്, വെച്ചിട്ടുണ്ട്, പക്ഷെ എടുക്കാനുള്ള യോഗ്യത. ഞാൻ കുരിശിന്റെ ചുവട്ടിൽ നിന്നൊരു അമ്മയെ കണ്ടു, അവളോടൊപ്പം ഒരു യോഹന്നാനെ കണ്ടു. എന്നാൽ അവരെ പോലെ ആവാൻ എനിക്ക് സാധിച്ചോ എന്നത് ഞാൻ എന്നോട് ചോദിക്കണം. നിത്യജീവൻ എനിക്ക് അവകാശം വാങ്ങാൻ എനിക്ക് സാധിക്കുമോ? ഉവ്വോ ഇല്ലയോ എന്ന് പറയുമ്പോൾ നമ്മളോട് യെരമ്യ പ്രവാചകൻ പറയാണ്, കാലാളുകളോടുകൂടി നീ ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടൊപ്പം എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്ത് നീ ഇങ്ങനെ നിർഭയനായിട്ട് വസിച്ചാൽ ഈ യോർദാന്റെ വൻകാട്ടിൽ എന്തു ചെയ്യും? ഈ രഹോബോത്തിന്റെ അനുഭവത്തിൽ ഈ ദേശത്ത് നന്നായി ജീവിക്കുമ്പോൾ, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് ഒരപ്പനെ പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിക്കാൻ, കർത്താവെ കണ്ണുനീരോടുകൂടി തെറ്റിനെ എന്നും ഏറ്റു പറയാൻ, എന്നും എൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കാൻ, എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ, കൃപയ്ക്കായിട്ട് ആശ്രയിക്കാൻ എനിക്കൊരു ദൈവം മതി എന്ന് പറയാൻ ഇസഹാക്കിനെ പോലെ സാധിക്കണം. ഇസഹാക്ക് രഹോബോത്ത് എന്ന് പേരിട്ടിട്ട് അവിടെ ഒരു യാഗപീഠം പണിത് യഹോവയെ ആരാധിച്ചു. യഹോവ അന്ന് രാത്രിയിൽ അവനോട് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ അതാ വരുന്നു ശത്രുക്കൾ. 26-ാമത്തെ വാക്യമാകുമ്പോഴത്തേക്കും ശത്രുക്കൾ വീണ്ടും ഇസഹാക്കിനെ അന്വേഷിച്ചു വരിക. ശത്രുക്കൾ ഇസഹാക്കിനോട് അന്വേഷിച്ചു വന്നപ്പോൾ ഇസഹാക്ക് ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിച്ചു മതിയായില്ലേ എന്ന്. ഇസഹാക്കിനോട് അവർ മറുപടി ആയിട്ട് പറയുകയാണ്, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയാറുണ്ട്, ദൈവം എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അല്ലെങ്കിൽ നീ നോക്കിക്കോ, കാണാമല്ലോ. എന്നാൽ അല്ല, ഒരു ഭക്തൻ വീഴും, പക്ഷെ അവൻ നിലംപരിചാകുകയില്ല. അവന് സങ്കടങ്ങൾ വരും, പക്ഷെ കർത്താവ് അവനെ തകർത്ത് കളയാൻ ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഈ യോബിനെ പരീക്ഷിക്കുവാൻ സാത്താൻ വന്നുവെങ്കിലും ഈ യോബിന്റെ ആയുസ്സിന്മേൽ തൊടാതെ ഈ യോബിനെ ചേർത്ത് വെച്ചതുപോലെ, ഈ യോബിന്റെ മക്കളെ അവന് തിരികെ കൊടുത്തതുപോലെ, ഈ യോബിന്റെ ശരീരത്തെ അവന് തിരികെ കൊടുത്തതുപോലെ, ഈ യോബിന്റെ സ്വത്തുക്കളെ അവന് തിരികെ കൊടുത്തതുപോലെ തിരികെ തരാൻ പ്രാപ്തനായ ഒരു ദൈവത്തിന്റെ മുൻപിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ശത്രു നമ്മളെ നോക്കിയിട്ട് പറയണം, നിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് ഞങ്ങൾ കണ്ടു. മക്കൾ നമ്മളെ നോക്കിയിട്ട് പറയണം, എൻ്റെ അപ്പനെയും അമ്മയും വേദനിപ്പിക്കുന്നത് തീയ, എൻ്റെ അപ്പന്റെയും അമ്മയുടെയും കൂടെ ദൈവമുണ്ട് എന്ന് ഞങ്ങൾ കണ്ടു. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളില് ഇവിടെ ഇസഹാക്ക് ആ ദേശത്ത് ഉറച്ചപ്പോൾ ആദ്യം ചെയ്തത് ആ ദേശത്ത് യാഗപീഠം പണിതു. ഈ യാഗപീഠത്തോട് മക്കളെ ചേർത്ത് നിർത്തി വളർത്താൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. ഈ യാഗപീഠത്തോട് ചേർത്ത് നിർത്തി ദൈവത്തിന്റെ കൽപ്പനകളെ പഠിപ്പിക്കാൻ, ചട്ടങ്ങളെ പഠിപ്പിക്കുവാൻ, ആരാധനയിൽ മുഴുവൻ ഹൃദയത്തോടെ സംബന്ധിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാല്യം മുതൽക്ക് തന്നെ പഠിപ്പിക്കണം. നമ്മളതിൽ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ? മുഴുവൻ കുറ്റവും കുഞ്ഞുങ്ങളുടേതാ. ഈ ഫോൺ എന്ന് പറയുന്നത് താഴോട്ട് ഇതാരാണ് ആദ്യം കൊടുത്ത് പഠിപ്പിച്ചത്? നമ്മൾ തന്നെയാണ്. ചോറ് കൊടുക്കാൻ വേണ്ടി ആദ്യം, അടങ്ങിയിരിക്കാൻ വേണ്ടി ആദ്യം, പഠിച്ചോട്ടെ എന്ന് ഞാൻ ഓർത്തുപോയി അച്ഛാ എന്ന് പറഞ്ഞ് മുഴുവൻ കൊടുത്തിട്ട് എല്ലാത്തിനും ഒരു സമയത്തെ നിയന്ത്രിക്കാൻ, ഒന്നിച്ചിരിക്കാൻ ഒരു സമയം, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒരു സമയം, ഒന്നിച്ച് ആരാധനയ്ക്ക് പോകാൻ ഒരു സമയം, ഒന്നിച്ച് ആഹാരം കഴിക്കാനുള്ള സമയം, ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയം, അതിനുശേഷം മാത്രം കളിക്കാനുള്ള സമയം,
എല്ലാത്തിനെയും നിയന്ത്രിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായുള്ള ഒരു ബന്ധം, ഒരു വിവേകം പ്രിയരെ നമുക്ക് ആവശ്യമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഒരു വീണ്ടെടുപ്പ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമല്ലേ? എവിടെയൊക്കെയോ ഒരു വീണ്ടെടുപ്പ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമില്ലേ? സംസാരങ്ങളിൽ, പ്രവൃത്തിയിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, എല്ലാത്തിലും ഒരു വീണ്ടെടുപ്പ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. നീ സത്യമായിട്ടും എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരണമേ. പാറയായ അവിടത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിനാൽ അങ്ങേ അടുത്തേക്ക് കടന്നു വരുവാൻ ഈ വിശുദ്ധന്മാർ കണ്ട നീതിയിൻ സൂര്യനായ ക്രിസ്തു തമ്പുരാനെ അവിടുത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളുടെ മക്കളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിനോട് ചേർത്ത് പിടിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചുകൊണ്ട് ഉണങ്ങിയ അസ്ഥിയായിരിക്കുന്ന ഞങ്ങളുടെ ബന്ധങ്ങളിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ ആത്മാവിനെ പകരണമേ. തകർന്നിരിക്കുന്ന മാതാപിതാക്കളുടെ മക്കളുടെ സ്നേഹം, സംസാരിക്കാത്ത ഭവനങ്ങൾ ഇന്നു മുതൽ പരസ്പരം സംസാരിക്കണം. കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ കേട്ടിട്ട് പോയാലും ആരാധ്യം മിണ്ടും. ആരാധ്യം അതെ, ഇവിടെ വന്ന് ഈ കല്ലറയിലേക്ക് നോക്കണം. അപ്പൊ അവര് നമ്മളോട് പറയും, ഖബറ് തുറന്നു നിരീക്ഷിക്കാം, വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു, അവരയ്യോ മണ്ണായി. കർത്താവേ സഹതാപം നിൻ പ്രതിരൂപത്തോട് തോന്നണമേ. ഖബർ തുറന്ന് നിരീക്ഷിക്ക്. നമ്മളെക്കാൾ വീരന്മാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഈ നിരണം നോർത്തിൽ കൂടി ഓടി നടന്നവര്, അവരയ്യോ മണ്ണായി. അവര് മണ്ണായെങ്കിൽ നമ്മളും മണ്ണാവും. അതിനു മുൻപ് ആയിരിക്കുന്ന അവസ്ഥയിൽ കുറവുകളോടുകൂടി മാതാപിതാക്കളെ കരുതാൻ അവർക്ക് ചിലപ്പോൾ ദേഷ്യങ്ങളൊക്കെ ഉണ്ടാവും, അവർക്ക് ചിലപ്പോൾ ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും, അവർക്ക് ചില വാശികളൊക്കെ ഉണ്ടാവും. ആ വാശികളോടുകൂടി അവരെ സ്നേഹിക്കാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടാൻ വേണ്ടി ഓടുകയാണ്. എല്ലാം ലോകത്തിന്റെ വേഗത കൂടിയിരിക്കുകയാണ്. എപ്പോഴും താളത്തിന് തുള്ളാൻ ചിലപ്പോൾ മക്കൾക്ക് സാധിച്ചില്ല എന്ന് വരും. ചില മക്കൾ ബലഹീനരായിരിക്കാം, ചില മക്കൾക്ക് ബലഹീനതകൾ ഉണ്ടാകാം, ചില മരുമക്കൾക്ക് ബലഹീനതകൾ ഉണ്ടാകാം. ജീവിതത്തിൽ കൂടുതൽ ജീവിച്ചു തീർത്തവരല്ലേ നിങ്ങൾ? ബലഹീനതകളോടുകൂടി അവരെ സ്നേഹിക്കാൻ മാതാപിതാക്കൾക്കും മക്കൾക്കും സാധിക്കുമ്പോൾ മാത്രമാണ് കൊച്ചുമക്കൾ കുടുംബജീവിതത്തിന്റെ ഭംഗിയെ മനസ്സിലാക്കുന്നത്. മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, മാതാപിതാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ, ഒരു വീണ്ടെടുപ്പിന്റെ ആത്മാവോടുകൂടി നിർജീവമായതിനെയൊക്കെ ഒന്ന് സജീവമാക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമേ. ഉണങ്ങി അസ്ഥി പോലെ ഇരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ജീവിപ്പിക്കണമേ. നിരാശ്രയത്വത്തിൽ നിന്ന് ആശ്രയിപ്പാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്നുള്ള ധൈര്യത്തിൽ മുന്നോട്ട് ജീവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ ദേവാലയത്തിൽ കടന്നു വരുവാൻ, ഒരു സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നു.